മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമുക്കറിയാം, മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ ഡോക്ടർ സണ്ണി അഥവാ മോഹൻലാല് അവതരിപ്പിക്കുന്ന കഥാപാത്രം തിലകന്റെ കഥാപാത്രത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഥവാ നാഗവല്ലി കയറിയ ഗംഗയെ നമുക്ക് എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പോൾ തിലകൻ പറയുന്നത് ഇറ്റ്സ് ഇൻക്യൂറബിൾ എന്നാണ് പറയുന്നത്. നമ്മുടെ നേതാവ്, സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ, ഞങ്ങളുടെയൊക്കെ എല്ലാം ആവേശമായ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ തിലകൻ പറയുന്നുണ്ട്, ഇത് സൈക്കോസിന്റെ ഒക്കെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടതിന് ശേഷം, മന്ത്രിസഭയിൽ നിന്ന് പുറത്തായതിനു ശേഷം ഇത്തരത്തിലുള്ള ഒരു സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളിലുമാണ് നമ്മുടെ മുൻ മന്ത്രി കെ ടി ജലീൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹം ചിലപ്പോൾ കീലേരി അച്ചു ആകും, ചിലപ്പോൾ മളവാണലാകും, അതേപോലെ തന്നെ ചിലപ്പോൾ കണ്ണൻ ഫ്രാങ്ക് ആകും, ചിലപ്പോൾ മീശ മാധവനും ഹിറ്റ്ലർ മാധവൻ കുട്ടിയൊക്കെ ആകും. പക്ഷേ ഈ വേദിയിൽ യൂത്ത് ലീഗ് പറയുകയാണ്, അവിടെ ഗംഗയ്ക്ക് ഒരു ചാൻസും ഇല്ല എന്ന് തിലകൻ പറഞ്ഞെങ്കിൽ കെ ടി ജലീലിന്റെ മേത്ത് കയറിയ ബാധ മുഴുവൻ ഇവിടെ ഇറക്കും എന്ന് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബ്. അദ്ദേഹം ഇക്കാലയളവിൽ നടത്തിയ മുഴുവൻ കള്ളത്തരങ്ങളും ഇന്ന് പൊതുജന സമക്ഷത്തിൽ യൂത്ത് ലീഗ് വെക്കുകയാണ്. കെ ടി ജലീലിനോട് ഒരു നന്ദിയുണ്ട്. കാരണം കോവിഡിന്റെ മറവിൽ നടത്തിയ ഇത്തരം അഴിമതികളൊക്കെ ഓരോരോ മലയാളികളും മറന്നുപോയി തുടങ്ങുന്ന സമയത്താണ് പി കെ ഫിറോസ് സാഹിബ് ഇത് വിടാതെ ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണങ്ങൾ നടത്തുന്നത്. അത് ആദ്യ കാലക്കൂട്ടി മണത്തറിഞ്ഞ ഫിറോസ് ജലീൽ ഒരു വാർത്താ സമ്മേളനത്തിലോടുകൂടി ഫിറോസ് സാഹിബുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുകയുണ്ടായി. അതിന്റെ കാര്യങ്ങളൊക്കെ ഫിറോസ് സാഹിബ് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞതാണ്. ബാക്കി കാര്യങ്ങൾ ഇന്ന് തിരൂരിന്റെ മണ്ണിൽ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഈ നെന്മനാട്ടിൽ, മലയാളം സർവകലാശാല നിലകൊള്ളുന്ന ഈ തിരൂരിൽ അത് മുഴുവൻ ഫിറോസ് സാഹിബ് പറയും. അങ്ങനെ വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തി ഈ ഫിറോസ് സാഹിബുമായി ബന്ധപ്പെട്ട ഷോപ്പിൽ പോവുക. അവിടെ പോയപ്പോൾ ഫിറോസ് ജലീലിന് തോന്നിയത് കത്വയിലെ പെൺകുട്ടികളും അതേപോലെ തന്നെ ധോത്തി ചലഞ്ചിൽ പറ്റിക്കപ്പെട്ടവരുടെയൊക്കെ കണ്ണീര് ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തോന്നിയെന്നാണ് പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, തൊമ്മനും മക്കളും എന്ന സിനിമയിൽ സലീം കുമാറിന്റെ കാമുകിയായിട്ടുള്ള മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കുമ്പോൾ മഹാലക്ഷ്മി മാർക്കറ്റിൽ ഒരു പച്ചമീൻ വാങ്ങാൻ പോകുന്നൊരു കഥയുണ്ട്. അങ്ങനെ പച്ചമീൻ വാങ്ങാൻ പോകുമ്പോൾ മഹാലക്ഷ്മി ലോറി ഇടിച്ച് മരിക്കുകയാണ്. അപ്പം മമ്മൂട്ടിയും അതേപോലെ തന്നെ ലാലും ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ എന്ത് ചെയ്തു എന്നുള്ളത്. ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഉണക്കമീൻ കൂട്ടി ചോറുന്നെന്ന് പറഞ്ഞത്. അതേപോലെയാണ് ഈ സങ്കടം കണ്ടിട്ട് എമ്മിരുന്ന് പച്ചവെള്ളം പോലും കുടിക്കാതെ ഇറങ്ങി പോന്നിട്ടൊന്നുമില്ല ഫിറോസ്, അല്ല ജലീല്. ഭക്ഷണം കഴിച്ച് നല്ല റാഹത്തായിട്ട് തന്നെയാണ് ഇറങ്ങി പോന്നിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു മാനസികാവസ്ഥ ഇന്ന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഈ തിരൂരിന്റെ മണ്ണിൽ തുറന്നു പറയുകയാണ്. അതേപോലെ തന്നെ ജലീലിനുള്ള ഒരു നന്ദി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമായി ബന്ധപ്പെട്ട് തിരൂരിലെ കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ലില്ലി ഗഫൂറും അതേപോലെ തന്നെ താനൂരിലെ നിലവിലെ മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ അവർ പ്രാർത്ഥിക്കായിരുന്നു പടച്ചവനോട്, നാട്ടുകാരിതൊന്നും മറക്കണേ എന്നുള്ളത്. ആ സമയത്താണ് ജലീൽ ഈ പണി ചെയ്തത്. ഇതിപ്പോ ഏറ്റവും കൂടുതൽ ജലീലിനോ ഫിറോസിനോടുള്ളതിനെക്കാട്ടും ദേഷ്യം അബ്ദുറഹ്മാനും അതേപോലെ തന്നെ കഴിഞ്ഞ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ലില്ലി ഗഫൂറിനും ഇപ്പോൾ ജലീലിനോടാണ്. കാരണം അടുത്ത ഇലക്ഷനിലൊക്കെ ഇങ്ങനെ നല്ല റാഹത്തായിട്ട് നിൽക്കുമ്പോഴാണ് ഈ 17 കോടിയുടെ അഴിമതി എല്ലാ രേഖകളും ഫിറോസ് സാഹിബ് പുറത്തുവിടാൻ കാരണക്കാരനായിട്ട് ജലീൽ വന്നത്. അപ്പൊ എന്തായാലും കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ ഉപാധ്യക്ഷൻ സൈദലി മാഷാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് അവരുടെ സമയത്തിനനുസരിച്ച് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഈ സൈദലി മാഷെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് മുസ്ലിം യൂത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഞങ്ങളെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദര സമുദായ സുഹൃത്തുക്കൾക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്നേഹാഭിവാദ്യം. ഏറെ സ്നേഹാദരണീയരായ വേദിയിലുള്ള നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി വട്ടം മാലിക്കോയ, നമ്മുടെ ഈ പരിപാടിയിൽ വിഷയം സംബന്ധിച്ച് ആധികാരികമായും വസ്തുതാപരമായും നിങ്ങളോട് ഇവിടെ സൂചിപ്പിച്ച സ്വാഗത പ്രഭാഷണത്തിലും അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ പറഞ്ഞ ഈ മലയാളം സർവകലാശാല വിഷയവുമായി ഇന്ന് ഇവിടെ കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ വസ്തുതാപരമായ ഒരു വിശദീകരണം നിങ്ങൾക്ക് നൽകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബ് അവർ, ബഹുമാനരായ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ മണ്ഡല നേതാക്കളായ പി സി ഇസാഖ്, സീതാലിക്കുട്ടി, കുഞ്ഞാവ, ബി വി സമദ്, കൊക്കോടി മൊയ്തീൻകുട്ടി ഹജി, അഫ്സൽ, ബാബു, ഹസീൻ, ചമ്പറ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ഞാൻ ഒരു തുടക്കം കുറിക്കാനുള്ള ഒരു സ്നേഹം മസരണമായ നിർബന്ധം സദസ്സിൽ നിന്നുണ്ടായതുകൊണ്ട് ആ ചടങ്ങൊന്ന് നിർവഹിച്ച് നമ്മുടെ യഥാർത്ഥ നായകൻ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന് വഴിയൊരുക്കുക എന്ന ഒരു ചടങ്ങാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. ഈ ബൈബിളിലൊരു അവതരണമുണ്ട്. സ്നാപക യോഹന്നാൻ്റെ വരവിനെ സംബന്ധിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. സ്നാപക യോഹന്നാൻ ഇങ്ങനെ വന്നപ്പോൾ അതുപോലെ ആളുകൾ ഇങ്ങനെ കൂടിക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും മിശിയാണ് വന്നതെന്ന് എഴുതിയിട്ട് സ്നാപക യോഹന്നാൻ പറഞ്ഞപ്പോൾ, ഞാൻ സ്നാപക യോഹന്നാനാണ്, ഞാൻ യഥാർത്ഥ മിശിയല്ല, മിശിയ വരാൻ പോകുന്നുള്ളൂ, ആ മിശിയക്ക് വഴിയൊരുക്കുന്ന ഒരു പ്രക്രിയക്ക് വന്നതാണെന്ന് പറഞ്ഞു. എന്നതുപോലെ നിങ്ങളൊക്കെ കാത്തിരിക്കണ മിശിയ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വഴിയൊരുക്കുന്ന ഒരു സ്നാപക യോഹന്നാനാണ്. അപ്പോൾ കൂടുതലായി ഇതിൻ്റെ ഒരു വഴി ഒരുക്കുക എന്ന നിലക്ക് ഞാൻ ഏതാനും വാക്കുകൾ മാത്രം പറയണം. ഞാൻ വട്ടം മാലിക്കോയ തുടങ്ങിയ പി സി ഇസാഖ് ഇങ്ങനെ തുടങ്ങിയ ആളുകൾ കഴിഞ്ഞ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി ഭാരവാഹികളിരുന്നപ്പോൾ ഈ മണ്ഡലത്തിൽ ഉയർന്നു വന്ന ഏറ്റവും കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് വീണ്ടും നമ്മൾ റീടേക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഫിറോസ് ഇവിടെ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ, മമ്മൂട്ടി സാഹിബ് നിയമസഭയിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ, ഭരണപക്ഷം അടക്കം തലതാഴ്ത്തി സമ്മതിച്ച കാര്യങ്ങൾ മമ്മൂട്ടി സാഹിബ് പറഞ്ഞപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഞങ്ങളൊരു വിവരശേഖരണ ടീം പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഞങ്ങളിവിടൊക്കെ പത്രസമ്മേളനം നടത്തി. ഏഷ്യാനെറ്റിൻ്റെ ഒരു ടീം ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞു. ഹരീസ് വാസുദേവൻ എന്ന ഒരു സുപ്രീം കോടതിയിൽ തന്നെയുള്ള ഒരു പാരിസ്ഥിതിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ നല്ല നിലക്ക് ഗൗരവമായി ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹരീസ് വാസുദേവൻ ഇതിലിടപെട്ടു. ഏഷ്യാനെറ്റിൻ്റെ ഇത് സംബന്ധിച്ചുണ്ടായിരുന്ന അവിടെ ന്യൂസ് അവർ ഡിബേറ്റിൽ അദ്ദേഹം ഈ വിഷയം വളരെ ശക്തമായി, ഇതിൻ്റെ തീവട്ടിക്കൊള്ള പറയുന്ന പോലുള്ളൊരു കൊള്ളല്ല, ഒരു തീവട്ടിക്കൊള്ളയാണ്. 2000 മുതൽ 11,000 വരെയൊക്കെയുള്ള വിലയുള്ള ഭൂമി 1,70,000 സെൻറ്റ് വെച്ച് വാങ്ങിയ ആ തീവട്ടിക്കൊള്ളയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ വളരെ കണിശമായി ഇഴകി ചീറി അതിൽ അവതരിപ്പിക്കുകയും ആ ഡിബേറ്റിൽ പങ്കെടുത്തിരുന്ന എല്ലാവർക്കും അത് തല കുനിച്ച് സമ്മതിക്കേണ്ടി വരികയും ചെയ്തൊക്കെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോയി. പിന്നെ നമ്മൾ ഇത് ചെന്ന് ഒരു പരിധിയിൽ നമ്മൾ ഇസ്രായേൽ സൃഷ്ടിച്ച അയൺ ഡോം ഉണ്ടല്ലോ, അതുപോലെയുള്ള ഭയങ്കര ശക്തമായ പ്രതിരോധ സംവിധാനം ഇവിടുത്തെ ഈ ഭൂവുടമകൾ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി, അവർക്ക് മസിൽ പവറുണ്ട്, മാൻ പവറുണ്ട്, മണി പവറുണ്ട്, അങ്ങനെ 3 M ആണ് അവർക്ക്. ആ 3 M കൂടി അവർ വളരെ ശക്തമായി പ്രതിരോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതെവിടൊക്കെയോ തട്ടിത്തടഞ്ഞ് നിന്നതാണ്. അപ്പോൾ കൂടുതലായി
ആ വിഷയം ഫിറോസ് സാഹിബ് ഇവിടെ ഏറ്റെടുത്ത് പറയുന്നതുകൊണ്ട് ഞങ്ങളൊന്നും ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. മറ്റൊരു കാര്യം, ഞാൻ ആലിക്കോയ തുടങ്ങിയവർ കഴിഞ്ഞ ഈ ടേമല്ല, അതിന് മുമ്പത്തെ ടേമിൽ ജില്ലാ പഞ്ചായത്തിൽ അംഗങ്ങളായിരുന്ന സമയത്ത് ഞങ്ങൾ വേറൊരു ഉന്നയിച്ചു. അതും അതീവ ഗൗരവമായ ഒരു 54 കോടി രൂപയുടെ പ്രൊജക്റ്റായിരുന്നു നമ്മുടെ ചെമ്പ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി. ആ പദ്ധതി നടപ്പാക്കിയപ്പോഴുണ്ടായിരുന്ന അഴിമതിയെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു പ്രമേയം കൊണ്ടുവരികയും ഇവരൊക്കെ പിന്താങ്ങിക്കൊണ്ട് കോൺഗ്രസിൻ്റെ സുരേഷ് പുൽപ്പാക്കര തുടങ്ങിയവരൊക്കെ ആലിക്കോയ മുതൽക്ക് എല്ലാവരും അതിനെ പിന്താങ്ങിക്കൊണ്ട് ആ ജില്ലാ പഞ്ചായത്ത് പ്രമേയം പാസ്സാക്കിയെടുത്തതാണ്. യാതൊരു മറുപടി പോലും അത് സംബന്ധിച്ച് അത് കിട്ടിയെന്ന് പോലും നമ്മൾക്ക് ലഭ്യമായില്ല. അങ്ങനെ ഒരു പ്രമേയം കിട്ടിയെന്ന് പോലും. ആ വിഷയം നിങ്ങൾ ഇന്നലെയൊക്കെ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും. അവിടെ പൈലിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന ആ പൈലിംഗ് ഷീറ്റ് ഈ ഇവിടെ സൂചിപ്പിക്കപ്പെടാൻ പോകുന്ന ശ്രീമാൻ കെ ടി ജലീലിൻ്റെ ഒരു കത്ത്, അദ്ദേഹം ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്നൊരു കത്ത് മുഖേന 444 ടൺ ഇരുമ്പിനെ ബാധിക്കുന്ന വിധം 6 കോടി രൂപ വരുന്ന അഴിമതിയാണ് അന്ന് നടന്നത്. ഇതടക്കമുള്ള മൊത്തം ആ പ്രൊജക്റ്റിലുള്ള മൊത്തം അഴിമതി സമഗ്രമായി അന്വേഷിച്ച് അതിൽ കുറ്റക്കാരെ കണ്ടെത്തി യഥാർത്ഥത്തിൽ ആ പ്രൊജക്റ്റ് നടപ്പാക്കാൻ വേണ്ട പദ്ധതി നടപ്പാക്കണം എന്ന് പ്രമേയത്തിന് ഞങ്ങൾ ആവശ്യപ്പെട്ടാണ്. അത് പല ഭാഗത്തുനിന്നുണ്ടായ ആവശ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ അനാവരണം ചെയ്ത് കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന് മുസാഹിബിൽ ഈത്തപ്പായം കൊണ്ടുവന്നപ്പോൾ അതിൽ സ്വർണ്ണാണെന്ന് പറഞ്ഞ് ഉണ്ടായ മുണ്ടിട്ടിട്ട് പത്രക്കാരെ കാണാൻ പോയതിനേക്കാളും അപ്പുറം ഈ രാജ്യത്ത് മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കൊന്നും ഞങ്ങൾ കടന്ന് വിശദമായി പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പുകച്ച് നിർത്തിയിട്ട് ഫിറോസ് എവിടെ, ഫിറോസിന് എന്താ പണി, ഫിറോസ് എവിടേക്ക് പോയി, ഫിറോസ് എവിടുന്നേ വന്ന്, ഫിറോസിന് എന്താ അവിടെ പണി, ഫിറോസിന് അവിടെ പണിയുണ്ട് എനിക്കും അറിയാം, ഞാനും അവിടെ പോണ ആളാണ്. ഇവിടുത്തെ എനിക്കാണ്ട് പോകാൻ പാടില്ല എന്നുണ്ടോ? സീതൽ മാഷ എവിടേക്ക് പോയി, സീതൽ മാഷ വന്ന് അറിയാണ്ട് ഇവിടെ നടക്കലാണ്. അങ്ങനെ എത്ര ആൾ പോണ് വരണ്. ഇവിടുത്തെ സർക്കാരിന് വല്ല നഷ്ടം പറ്റിയിട്ടുണ്ടോ? ഇവിടുത്തെ ജനങ്ങൾക്ക് വല്ല കേടുപാടുകളും അതുകൊണ്ടുണ്ടോ? ഖജനാവിന് വല്ല നഷ്ടം വന്നിട്ടുണ്ടോ? വല്ല അഭീതമായ രീതിയിൽ എവിടെയെങ്കിലും പോണുണ്ടോ, ബന്ധം സ്ഥാപിക്കണുണ്ടോ, സമ്പാദിക്കണുണ്ടോ? എന്തുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടല്ലോ വലിയ സന്നാഹങ്ങളോട് 42 വണ്ടികളോട് കൂടി പോകുന്ന രാജാവുണ്ടല്ലോ. ഈ റോട്ടിൽ കൂടിയൊക്കെ ഗതാഗതം പോലും സ്തംഭിപ്പിച്ചുകൊണ്ട് 42 വണ്ടികളുടെ അകമ്പടിയോടുകൂടി സുരക്ഷാ സന്നാഹങ്ങളോട് പോകുന്ന അദ്ദേഹത്തിന് ഒന്നും പറഞ്ഞാൽ അദ്ദേഹം അന്വേഷിച്ചിട്ട് വേണ്ട നടപടി എടുക്കൂലേ. പിന്നെ ഈ കോലാഹലം ഉണ്ടാക്കി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഈ കോലാഹലം ഉണ്ടാക്കിയിട്ട് നടക്കുന്നത്? കഴിഞ്ഞ വർഷം ഇതേ സ്ഥാനത്തല്ല പറഞ്ഞ് ഞാൻ ഒക്ടോബർ 2-ാം തീയതിയോടുകൂടി ഒരു ബോംബ് പൊട്ടിക്കാൻ പോകുന്നുണ്ടെന്ന്. അതെന്ത് ബോംബാണ്? ഞാനിനി ഒരു പാർലമെൻ്ററി പരിപാടികളിലും ഇല്ല, ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്, ഇനി മത്സരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞു പോയ ആൾക്ക് ഇപ്പം എന്തപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പാടുണ്ടായതെന്ന് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളൊന്ന് പരിശോധിക്കണം. ഏതായാലും ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഫിറോസ് സാഹിബ് ഈ വിഷയം ഏറ്റെടുത്ത് ഉന്നയിച്ചത് ഈ നാട്ടിന് വേണ്ടിയാണ്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ രാജ്യത്തിൻ്റെ ഖജനാവ് കൊള്ളയടിച്ച കാട്ടുകൊള്ളന്മാരെ പുറത്ത് കൊണ്ടുവരാനാണ്. അതിന് അദ്ദേഹത്തിന് പങ്കുണ്ടെങ്കിൽ അദ്ദേഹത്തിനും ബാധകമാണ്. അതിൻ്റെ പേരിൽ ഈ ഫിറോസ് സാഹിബിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാം എന്ന് വിചാരിക്കാൻ കെ ടി ജലീൽ കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ രാജ്യത്ത് ഒറ്റപ്പെട്ടു പോകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മുസ്ലിം ലീഗിൻ്റെ സംഘടനാ ശക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അത് അനുഭവിച്ചതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ ലീഗിൻ്റെ സംഘടനാ ശക്തി അനുഭവിച്ച് ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതുണ്ടാക്കിയെടുത്ത ഞങ്ങളെപ്പോലുള്ള ആളുകളുണ്ട്. വാർഡ് തലം തൊട്ടിട്ട് ഈ ഔദ്യോഗിക തലം വരെ വന്നിട്ടുള്ള ഞങ്ങൾക്ക് അറിയാം ഈ സംഘടനയുടെ ശക്തി. ഈ സംഘടന എല്ലാ കഴിവും ഉപയോഗിച്ച് ഫിറോസ് സാഹിബിനെ ഈ രാജ്യത്ത് ഇതിൻ്റെ മുന്നണി പോരാളിയായി ഞങ്ങൾ നിലനിർത്തി ഈ കള്ളന്മാരെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും നടത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണ തുടക്കം ഇവിടെ നടത്തി. ഈ പരിപാടിക്ക് വേണ്ടി അധ്യക്ഷൻ്റെ അടുത്ത ക്ഷണം അദ്ദേഹം നടത്തും. അതിനുവേണ്ടി ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി തുടക്കം കുറിച്ചതായി ഉദ്ഘാടനം
ഔദ്യോഗികമായി നടത്തിയതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഫിറോസ് സാഹിബ് സംസാരിക്കുന്നതിന് മുന്നേ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ റിയാസ്, വേദിയിലുള്ള ഈ സമ്മേളനത്തിൻ്റെ കേന്ദ്രബിന്ദു പ്രിയങ്കരനായ ഫിറോസ്, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കരീം സാഹിബ്, പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ ട്രഷറർ മൻസൂർ, യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളായിട്ടുള്ള നേതാക്കളെ, മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട സമദ്, PC ഇസാഖ്, AK സൈദാലിക്കുട്ടി, ആദവനാട് കുഞ്ഞാവ, മുഹമ്മദ് PV സമദ്, കൊക്കോടി, അഫ്സൽ, പ്രിയപ്പെട്ട സുഹൃത്ത് അസീം ചമ്പ്ര, മറ്റു നല്ലവരായിട്ടുള്ള നേതാക്കന്മാരെ, സഹോദരന്മാരെ, ഇങ്ങനെയുള്ളൊരു സമയത്ത് കേരളം തന്നെ വളരെ ഗൗരവകരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെ തിരൂരിലെ പൗരാവലിയുടെ മുന്നിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക യോഗമാണ് ഇവിടെ ചേരുന്നത്. കേരളം പ്രിയപ്പെട്ട ഫിറോസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ മൂലം വളരെ ശക്തമായ രാഷ്ട്രീയ പ്രചാരണ രംഗം വളരെ തുടുത്തു നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. മലയാള സർവകലാശാല എന്ന് പറയുന്നത് UDFൻ്റെ ഒരു സൃഷ്ടിയാണ് എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗ് പാർട്ടിയുടെ സമാദരണീയരായിട്ടുള്ള നേതാക്കന്മാർ കുറഞ്ഞ കാലം കൊണ്ട് ലോകത്തെ മലയാളികളുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട ഏറ്റവും വലിയൊരു സംവിധാനമാണ് മലയാള സർവകലാശാല എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ആശയം നമ്മുടെ നിയോജകമണ്ഡലത്തിൽ വരുന്നത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ സമയത്താണ്. അന്ന് ഉമ്മൻചാണ്ടിയോട് ഇവിടെ വെച്ച് മത്സരിച്ച പ്രിയപ്പെട്ട മമ്മൂട്ടി സാഹിബ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പറയാൻ ഞങ്ങൾക്ക് സാധ്യമാകുമോ, നമ്മുടെ സർക്കാർ വന്നാൽ അങ്ങനെ ഒരു സർവകലാശാലയ്ക്ക് തുടക്കം കുറിക്കാൻ കഴിയുമോ എന്നൊക്കെ വലിയ ചിന്തയുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി പര്യടന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് UDF നേതാക്കളുമായി ആലോചിക്കുകയും ഒരു അനൗദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം അന്ന് സർവകലാശാലയ്ക്ക് വേണ്ടി നടത്തുകയും ചെയ്യുണ്ടായി. ഒരു സർവകലാശാല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ലോകത്തിൻ്റെ മുന്നിൽ ഒരു ഭാഷയ്ക്ക് വേണ്ടി ഒരു സർക്കാർ ഉണ്ടാക്കുന്ന സർവകലാശാലയുടെ എല്ലാ കാര്യങ്ങളും വളരെയേറെ പ്രയാസമുള്ളതായിരിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ എല്ലാ രീതിയിലുള്ള കുരുക്കുകളും അടിച്ച് നേരത്തെ നിയമസഭയുടെ സെക്രട്ടറി ആയിരുന്ന ജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സർവകലാശാല സ്ഥാപിക്കപ്പെടുകയും അങ്ങനെ ഒരു തിരൂരിൻ്റെ ഒരു സർവകലാശാല എന്ന ചർച്ച വന്നപ്പോൾ അത് തുഞ്ചൻ മഠവുമായി അല്ലെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രദേശവുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് അതിന് ശാഠ്യം പിടിച്ചത് തിരൂരിലെ മുസ്ലിം ലീഗാണെന്ന് പറയുന്ന കാര്യത്തിൽ ഒരു ജലീലിനെയും ഞങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന് ഞാനിവിടെ സാന്ദർഭികമായി പറയാം. പലവരും പലതും പറഞ്ഞിട്ടുണ്ട്, ആദവനാട് മാത്രമല്ല, പലവരും പല ഭൂമിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തുഞ്ചൻ മണ്ണിനോട് ചേരുന്ന അല്ലെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഭാഷാപിതാവിൻ്റെ മണ്ണിനോട് ചേരുന്ന ഒരു സ്ഥലത്തായിരിക്കണമെന്ന് തീരുമാനിച്ചതാണ്. നമുക്കറിയാമല്ലോ, ഇന്ന് TMG ഗ്രൗണ്ടിനോട് പരിസരത്തുള്ള പ്രദേശത്താണല്ലോ അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണത് തിരൂരിൽ തന്നെ ഉണ്ടാവണമെന്നത് അതിൻ്റെ നിർബന്ധമുള്ള കാര്യമാണ്. മറ്റൊന്ന്, കച്ചവടക്കാരിടപെട്ടു എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, സർക്കാർ കൊണ്ടുവരുന്ന ഏതേതു സംവിധാനങ്ങളായാലും പബ്ലിക്കിലൊരു കാര്യമാകുമ്പോൾ ജനകീയമാകും. അതിന് MLA ഭൂമി ചോദിക്കും, പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഭൂമി ചോദിക്കും, അവിടുത്തെ വാർഡ് മെമ്പർമാർ ഭൂമി ചോദിക്കും. അവിടെ LDFൻ്റെ പക്ഷത്തുള്ള സൈനുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് വേണമെങ്കിൽ കലക്ട്രേറ്റിൽ യോഗം നടക്കുന്നത്. അന്ന് ജനകീയ അവിടുത്തെ മെമ്പറാണ്, ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ മെമ്പറാണ്, അന്ന് വേണമെങ്കിൽ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ മെമ്പറാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു ജനകീയമായ സംരംഭം തിരൂരിൽ കൊണ്ടുവരുമ്പോൾ മുസ്ലിം ലീഗ് വളരെയേറെ ശ്രമം നടത്തിയെന്ന് മാത്രമല്ല, എങ്ങനെ ഏതു സാഹചര്യത്തിലും തിരൂരിൽ നിന്നത് പോവാതിരിക്കാനുള്ള വലിയ ശ്രമം ഉണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഒരു വലിയ ഭീമമായ സംഖ്യ ഒരു ഭൂമി ആവശ്യമായി വരും, അനുബന്ധമായ കാര്യങ്ങൾ വരണം, ഉദ്യോഗസ്ഥന്മാർ വേണം. ഒരു സർവകലാശാല, പ്രത്യേകിച്ച് ഒരു ഭാഷാപിതാവിൻ്റെ സർവകലാശാല എന്ന് പറയുമ്പോൾ ഒരു മറ്റുള്ള സർവകലാശാലയിൽ നിന്ന് വ്യത്യസ്തമായി അവിടുത്തെ കോഴ്സുകളുടെ കാര്യത്തിലാവട്ടെ അവിടുത്തെ മറ്റു സംവിധാനങ്ങളിലാവട്ടെ വേറിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ
വളരെ കണിശമായി നിൽക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ ഗൗരവപരമായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ടാവും. ഒരു വേള ഇത് പാലക്കാട്ടേക്ക് പോകുമെന്ന് പറഞ്ഞു. ഞങ്ങളാകെ പേടിച്ചു പോയി. പക്ഷേ ഒരു പാലക്കാട്ടേക്കും പോവാതെ ഞങ്ങളിവിടെ നിർത്തി എന്നത് ശരിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പേരിൽ പറയുന്ന ഒരു കാര്യം, ഒന്ന്, സർവകലാശാലയുടെ ഈ കാര്യത്തിൽ യൂത്ത് ലീഗ് എന്തിനാണ് ധോത്തി വിറ്റത് എന്നാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ജലീലിനോട് ചോദിക്കുന്നത്, ഞങ്ങളൊരു ധോത്തി മാത്രമല്ല, ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എത്രയോ കാരുണ്യ പ്രവർത്തനത്തിന് മാതൃകയാം വിധം ജനങ്ങളോട് പിരിവെടുത്ത പാർട്ടി തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന കാര്യത്തിൽ ആർക്കൊരു തർക്കം വേണ്ട. നിങ്ങൾ കരുതിയോ ഞങ്ങൾ ഈ വലിയ വലിയ മുതലാളിമാർക്ക് വേണ്ടി ഞങ്ങൾ യൂത്ത് ലീഗുകാർ തുണി വിറ്റിട്ട് ആ പൈസ മുഴുവൻ അവരെ ഏൽപ്പിക്കുമെന്നാണോ കരുതിയത്? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ ധോത്തി ചാലഞ്ച് വെച്ചാൽ അതിലൊരു ഭീമമായ സംഖ്യ പാർട്ടിക്കുള്ളതാണ്, പാർട്ടിയുടെ പ്രവർത്തനത്തിനുള്ളതാണ്. ഫിറോസ് പറഞ്ഞല്ലോ, മുസ്ലിം യൂത്ത് ലീഗിന് കോഴിക്കോട്ട് ഒരുക്കിയ സ്ഥാപനങ്ങൾ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, അത് വെച്ചുകൊണ്ട് ഞങ്ങൾ അഴിമതി നടത്തി എന്നാണോ നിങ്ങൾ പറയുന്നത്? കേരളത്തിൽ അനേകം ഇവിടെ തന്നെ ഉണ്ടല്ലോ, തിരൂർ സി എസ് സെന്ററിന് വേണ്ടി ഈത്തപ്പഴ ചലഞ്ച് നടത്തി, എല്ലാ സ്ഥലത്തും നടത്താറുണ്ട്. അതിൻ്റെ എത്രയോ ഡബിൾ അല്ല വാങ്ങിക്കുന്നത്. 100 രൂപയുടെ സാധനം 1000-ന് വെക്കും, 500 മാത്രമല്ലല്ലോ, പലതിനും വെക്കും. അവർക്ക് ഈ കാര്യത്തോടുള്ള, ഈ സംവിധാനത്തോട് അവർ സഹകരിക്കുക എന്നതാണ്. അതുകൊണ്ടാണോ ഈ സർവകലാശാലയിൽ ഞങ്ങൾ അഴിമതി നടത്തിയെന്ന് പറയുന്നത്? അതാണോ കാരണമായിട്ടുള്ളത്? ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം തീർപ്പാണ്, ഇന്ന് ഭരിക്കുന്നത് ഗവൺമെന്റാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി, കേരളത്തിൽ നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് ഒറ്റ വകുപ്പാണ്. എന്തിനാ അത് 2 വകുപ്പാക്കിയത്? 2 വകുപ്പാക്കിയിട്ട് ഒരു വകുപ്പിന്റെ ചാർജ് ജലീലിന് നൽകുകയും ജലീലിനെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ ഈ അഴിമതി നടത്താൻ ഒരു മന്ത്രിയെ വെച്ച കേരളത്തിലെ സർക്കാരിന്റെ പേരാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയാൻ സാധിക്കും. ഒരു വകുപ്പിൽ അഴിമതി നടത്താൻ വേണ്ടി മാത്രം ഒരു വകുപ്പ് പ്രത്യേകം 2ആക്കി ഭാഗിച്ച് അതിലൊരു മന്ത്രിക്ക് ചാർജ് കൊടുത്ത് നടത്തിയിട്ടുള്ള കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ കൊള്ളയാണ്. പിന്നെ ഇവിടെ പറയുന്നത് ഞങ്ങൾ എന്തേ പറഞ്ഞില്ല. ഞങ്ങൾ എപ്പോഴാണ് പറയാത്തത്? ഞങ്ങൾ എത്ര സമരങ്ങളാണ് ചെയ്തത്? ഫിറോസ് തന്നെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. എത്രയെത്ര സമരങ്ങളാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ ഇവിടെ നേരത്തെ റിയാസ് പറഞ്ഞതുപോലെ കേരള ദേശീയ രാഷ്ട്രീയത്തിലും പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഞങ്ങളുടെ കയ്യിൽ ഭരണം വരുന്ന സന്ദർഭത്തിൽ ആരെല്ലാമാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരെ തുറങ്കലിൽ അടക്കാൻ UDF സർക്കാരിന് ഒരു മടിയുണ്ടാവില്ല എന്ന് പറയാൻ സാധിക്കും. ഞാൻ ചോദിക്കുന്നത്, കേരളം ചർച്ചപ്പെടേണ്ടത് എന്താണ്? ഈ സംഭവത്തിന്റെ കാതലെന്ന് പറയുന്നത് ആ ഭൂമിക്ക് അനധികൃതമായി വില കൊടുത്തു എന്നതാണ്. 10,000 രൂപ പോലും ഭൂമി വില ലഭിക്കാത്ത ഒരു ഭൂമിക്ക് 1,70,000-ന് ഇടതുപക്ഷ നേതാക്കന്മാർ പറയാൻ ഞങ്ങളല്ലേ കുറച്ചത് എന്നാ. എങ്ങനെ കുറച്ചത്? 1,70,000 തീരുമാനിച്ചത് 1,60,000 കുറച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ത് ന്യായമാണ്? ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്നത്തെ സർക്കാർ ചെയ്യേണ്ടത്, ആരാണ് ഭൂമി വാങ്ങിയത്, അവരുടെ സാഹചര്യം എന്താണ് എന്ന് വിലയിരുത്തപ്പെട്ടാൽ ധാർമ്മികമായ ഉത്തരവാദിത്വം കൊണ്ട് പലവരും പടിയിറങ്ങേണ്ടി വരും എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഹൃദയംഗമായി നന്ദി പറഞ്ഞ് ഈ കാര്യത്തിൽ അതിൻ്റെ പ്രോജ്വലതയോടെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള കാര്യങ്ങൾ നന്നായി വിശദീകരിക്കാൻ പ്രിയപ്പെട്ട ഫിറോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ സ്നേഹാദരവോടുകൂടി തിരൂരിൻ്റെ പൗരാവലിയുടെ മുന്നിൽ ഈ കൊള്ളസംഘത്തിനെതിരായുള്ള ശക്തമായ പ്രതിരോധം തീർക്കാൻ ഈ സമ്മേളനത്തിന് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മൾ കാത്തിരുന്ന നായകൻ ഇതോടെയുണ്ട്. നിങ്ങളോട് സംവദിക്കാൻ, ഈ കള്ളന്മാരെ തുറന്നു പറയാൻ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി PK ഫിറോസ് സാഹിബിനെ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ, എൻ്റെ മാന്യ സ്നേഹിതൻ, മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട KK റിയാസ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ സെയ്ദ് അലവി മാസ്റ്റർ, പ്രിയപ്പെട്ട കോട്ടയിൽ കരീം സാഹിബ്, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പാർട്ടിയുടെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി വട്ടം ആലിക്കോയ സാഹിബ്, മറ്റു ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന PV സമദ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, പുല്ലൂർ മൻസൂറും അടക്കമുള്ള ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൻ്റെ സംഘാടകരെ,
ഇവിടെ തടിച്ചുകൂടിയ തിരൂരിലെ ജനാധിപത്യ വിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇസ്രായേലിൻ്റെ അതിക്രൂരമായ അക്രമത്തിനിരയായി ഗസയിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, വൈദ്യുതിയില്ലാതെ ഓരോ ദിവസവും ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ മരിച്ചു വീഴുമ്പോൾ അവിടെ മരിച്ചു വീഴുന്ന ആ കുഞ്ഞുങ്ങൾക്ക്, അവർ മരിച്ചു വീഴുന്നത് കാണുമ്പോൾ നിസ്സഹായരിൽ നിന്ന് തട്ടഹസിച്ച് കരയുന്ന ആ മാതാപിതാക്കൾക്ക്, അതിജീവനത്തിന് വേണ്ടി പടപൊരുതുന്ന പലസ്തീനിലെ ഗസയിലെ മനുഷ്യർക്ക് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ രാഷ്ട്രീയ സമ്മേളനം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്, അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. എന്തിനാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റി ഇങ്ങനെ ഒരു പൊതുയോഗം ഇവിടെ സംഘടിപ്പിച്ചത് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത എന്ന് ഞാൻ പറയുന്നില്ല, മലബാർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, മലപ്പുറം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത കാട്ടുകൊള്ളയാണ് മലയാളം സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ KT ജലീലും കുറുവാ സംഘവും നടത്തിയത്. ആ കുറുവാ സംഘത്തിനെതിരായി സന്ദർഭോചിതമായി ഇങ്ങനൊരു പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ച നിയോജകമണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, ശ്രീ KT ജലീൽ ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കി. അധികാരം കിട്ടാൻ വേണ്ടി CPM-ൽ ചേർന്നു. അവിടെ MLA ആയി, അവിടെ മന്ത്രിയായി. അദ്ദേഹം മന്ത്രിയായ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ വാക്കുകൾ കടമെടുത്തിട്ടാണ് അന്ന് അദ്ദേഹം സംസാരിച്ചത്. CH എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് ശ്രീ KT ജലീൽ എന്ന കാര്യം നമ്മൾ ആരും വിസ്മരിക്കുന്നില്ല. എന്നാൽ ജലീൽ CHന്റെ വാക്കുകൾ കടമെടുത്തിട്ട് പറഞ്ഞു, ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഞാൻ കഴിവുകെട്ട മന്ത്രിയാണ് എന്ന് നിങ്ങൾ കേട്ടേക്കാം. ഞാൻ കഴിവുകെട്ട മന്ത്രിയാണെന്ന് നിങ്ങൾ കേട്ടാലും ഞാനൊരു അഴിമതിക്കാരനാണ് എന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കില്ല എന്നായിരുന്നു അന്ന് ശ്രീ KT ജലീൽ പറഞ്ഞത്. എന്നാൽ സ്വജനപക്ഷപാതം നടത്തി മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ യൂത്ത് ലീഗ് പിടിച്ചു പുറത്തിടുമ്പോ കഴിവുകെട്ട മന്ത്രിയാണെന്ന് മാത്രമല്ല അഴിമതിക്കാരൻ കൂടിയാണ് ശ്രീ KT ജലീൽ എന്ന് അദ്ദേഹം തെളിയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്തത്? അദ്ദേഹം ആദ്യം കൈകാര്യം ചെയ്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. തദ്ദേശ വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലെ പഞ്ചായത്തുകൾക്ക്, ഈ നാട്ടിലെ മുനിസിപ്പാലിറ്റികൾക്ക്, ഈ നാട്ടിലെ കോർപ്പറേഷന് ശ്രീ KT ജലീൽ ചെയ്ത ഒരു കാര്യം അദ്ദേഹം പറയട്ടെ. അദ്ദേഹം ചെയ്ത കാര്യം ഞാൻ പറയാം. ഐക്യജനാധിപത്യ മുന്നണി അതിന്റെ തൊട്ടുമ്പ് അധികാരത്തിലിരിക്കുമ്പോൾ, ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, ശ്രീ PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഈ നാട്ടിലെ പഞ്ചായത്തുകൾക്ക്, ഈ നാട്ടിലെ മുനിസിപ്പാലിറ്റികൾക്ക്, ഈ നാട്ടിലെ കോർപ്പറേഷന് ഒരു അധികാരം ഉണ്ടായിരുന്നു. എന്താണ് അധികാരം? ഈ നാട്ടിലൊരു ബാർ തുറക്കണമെങ്കിൽ, ഈ തിരൂരിൽ ഒരു മദ്യഷാപ്പ് തുറക്കണമെങ്കിൽ, ഈ നാട്ടിലൊരു കള്ളുഷാപ്പ് തുറക്കണമെങ്കിൽ, ഈ നാട്ടിലൊരു മദ്യശാല തുടങ്ങണമെങ്കിൽ ഈ തിരൂരിലെ മുനിസിപ്പാലിറ്റിയുടെ അധികാരം വേണമായിരുന്നു, സമ്മതം വേണമായിരുന്നു. അത് പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും. നിങ്ങൾക്കറിയോ, KT ജലീൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായപ്പോ ബാറ് മുതലാളിമാരുടെ, അബ്കാരി മുതലാളിമാരുടെ പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ആ അധികാരം എടുത്തു കളഞ്ഞു. ഞാൻ KT ജലീലിനെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ തദ്ദേശ മന്ത്രി ആയതിനു ശേഷമല്ലേ ഈ പഞ്ചായത്തുകൾക്കുണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞത്, മുനിസിപ്പാലിറ്റികൾക്കുണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞത്?
കോർപ്പറേഷൻ ഉണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞത്? ഉമ്മൻചാണ്ടി അധികാരം വിട്ടൊഴിയുമ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം എത്രയെന്നറിയോ നിങ്ങൾക്ക്? 1. KT ജലീൽ തദ്ദേശ മന്ത്രിസ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങിപ്പോകുമ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മന്ത്രിസഭയുടെ കാലാവധി കഴിയുമ്പോ ഈ മലപ്പുറം ജില്ലയിലെ ബാറുകളുടെ എണ്ണം ഏതാണ്ട് 50 ആണ്. ഈ മലപ്പുറം ജില്ലക്ക് ഇത്രയധികം ബാറുകൾ കൊടുക്കാൻ കാരണക്കാരനായ മന്ത്രിയുടെ പേരേതെന്നാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമാണ്. ആ ഉത്തരത്തിന്റെ പേരാണ് ശ്രീ KT ജലീൽ. നിങ്ങൾ തദ്ദേശ മന്ത്രിയായപ്പോൾ ചെയ്ത, ഈ നാടിനോട് ചെയ്ത, ഈ ജില്ലയോട് ചെയ്ത, ഈ സംസ്ഥാനത്തോട് ചെയ്ത ഏക കാര്യം. പിന്നെ നിങ്ങൾ കൈകാര്യം ചെയ്ത വകുപ്പ് ഏതാണ്? ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ഒരു സേവനം പറയും. ഈ നാട്ടിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായ ശ്രീ KT ജലീൽ ചെയ്ത ഒരു കാര്യം പറയും. അദ്ദേഹം ചെയ്ത ഏക ക്ഷേമകാര്യം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ കുടുംബക്ഷേമ കാര്യം മാത്രമാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു മൈനോറിറ്റി ധനകാര്യ സ്ഥാപനമുണ്ട്, ന്യൂനപക്ഷ ക്ഷേമ ധനകാര്യ സ്ഥാപനം. ആ ധനകാര്യ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് വെക്കാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റ് ഏതാണെന്നറിയോ? അത് ജനറൽ മാനേജറാണ്. ആ ജനറൽ മാനേജർ പദവിയിൽ ആരെയാണ് അദ്ദേഹം നിയമിച്ചത്? ജലീലിന്റെ മൂത്താപ്പന്റെ മോനെ. മൂത്താപ്പന്റെ മോനെ നിയമിക്കാനാണോ അദ്ദേഹത്തെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയാക്കിയത്? ആ മൂത്താപ്പന്റെ മോനെ തന്നെ എങ്ങനെയാ നിയമിച്ചത്? ആ പദവിയിൽ ഒരാളെ നിയമിക്കണമെങ്കിൽ അന്ന് വരെ ഉണ്ടായിരുന്ന നിയമം, ഒരാൾക്ക് MBA വേണം. മൂത്താപ്പന്റെ മോൻ MBA ഉണ്ടോ? മൂത്താപ്പന്റെ മോൻ MBA ഇല്ല. പിന്നെ എന്താ ഉള്ളത്? മൂത്താപ്പന്റെ മോന് B.Tech ഉള്ളത്. അപ്പൊ എന്ത് ചെയ്തു? MBA എന്നുള്ളത് മാറ്റി B.Tech ആക്കി. മൂത്താപ്പയുടെ മകനെ നിയമിക്കാൻ വേണ്ടി നിയമത്തിലുള്ള യോഗ്യതയിൽ പോലും മാറ്റം വരുത്തിയിട്ടാണ് മൂത്താപ്പയുടെ മകനായ KT അദീബിനെ KT ജലീൽ ന്യൂനപക്ഷ ധനകാര്യ മാനേജ്മെന്റിന്റെ കോർപ്പറേഷന്റെ ജനറൽ മാനേജറാക്കി നിയമിച്ചത്. ഇത് യൂത്ത് ലീഗ് കയ്യോടെ കണ്ടുപിടിച്ചു. യൂത്ത് ലീഗ് കയ്യോടെ കണ്ടുപിടിച്ചപ്പോ മലപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി KT ജലീൽ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു രാജിവെക്കണം, ഇത് കയ്യോടെ പിടിച്ചു, നിങ്ങൾ രാജിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. അന്ന് അദ്ദേഹം എന്താ പറഞ്ഞത്? എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട് നിന്നല്ലടോ, എന്നെ മന്ത്രിയാക്കിയത് AKG സെന്ററിൽ നിന്നാണോ എന്ന് വീമ്പ് പറഞ്ഞാൽ നാവ് വായിലെടുക്കിടുന്നതിന് മുമ്പായി ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിടിച്ച് താഴെയിറക്കാൻ കഴിഞ്ഞ രാഷ്ട്രീയ യുവജന സംഘടനയുടെ പേരാണ് മുസ്ലിം യൂത്ത് ലീഗ്. നാണം കെട്ട് രാജിവെച്ചു പോയി. ആരാ രാജിവെപ്പിച്ചത്? അതിന് ഉത്തരവിട്ടത് ലോകായുക്ത. എത്ര ലോകായുക്ത? 2 ലോകായുക്ത. ലോകായുക്തകൾ മാത്രാണോ? അതും ഒരു ലോകായുക്ത. അവസാനത്തെ ഉത്തരവ് പുറപ്പെടുവിച്ച ലോകായുക്ത ആരാണ്? കേരളത്തിലെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ നിയമിച്ച ലോകായുക്ത. 2 ലോകായുക്തകൾ അദ്ദേഹത്തിനെതിരായി. അത് കഴിഞ്ഞ് കേരള ഹൈക്കോടതിയിൽ അദ്ദേഹം പോയി, രക്ഷയില്ല. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ അദ്ദേഹം പോയി, രക്ഷയില്ല. അദ്ദേഹം നാണം കെട്ട് രാജിവെച്ച് പോയി. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ 2 ലോകായുക്തയും ഒരു ഹൈക്കോടതിയും ഒരു സുപ്രീം കോടതിയും ഏതെങ്കിലും ഒരു മന്ത്രിയോട് രാജിവെച്ച് പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മന്ത്രിയുടെ പേരാണ് ശ്രീ KT ജലീൽ എന്ന് ചരിത്രം രേഖപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോ പിന്നെ ലീഗിനെതിരെ നിരന്തരമായി ആക്ഷേപം. എന്താ ലീഗിനെതിരെ ആക്ഷേപം? കുറെ കാലത്തേക്ക് പിന്നെ പുള്ളിയെ കാണാനുണ്ടായിരുന്നില്ല. തവനൂർ മണ്ഡലത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ അവിടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ പരാതി കൊടുത്തു. നിയോജകമണ്ഡല MLA കണ്ടവരുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്തായിരുന്നു പണി? തൊട്ടിലാട്ടുക, പാട്ടുപാടുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പണി. അവസാനം അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, തെരഞ്ഞെടുപ്പാകുമ്പോ അങ്ങനെയാണല്ലോ, ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോ അദ്ദേഹം ചാടി വീഴും. എന്നിട്ട് ലീഗിനെതിരെ കുറെ ആക്ഷേപം ഉന്നയിക്കും, ലീഗിനെതിരെ കുറെ ആരോപണം ഉന്നയിക്കും. എന്തായിരുന്നു ആരോപണം? ഡൽഹി മുസ്ലിം ലീഗ് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാൻ പോകുന്നു, ഒരു പഴയ കെട്ടിടമാണ് വാങ്ങിയത്, അതിന്റെ രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നില്ല, സ്വന്തമായി സ്ഥലം വാങ്ങണം. ഇതായിരുന്നു ലീഗിന്റെ ഉപദേശം. ആ ബിൽഡിംഗ് വാങ്ങിയവർക്ക് കച്ചവട താല്പര്യമാണ്. ആരൊക്കെയാണ് ആ ബിൽഡിംഗ് വാങ്ങിയത്? ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പാർട്ടിയുടെ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ സാഹിബ്, പാർട്ടിയുടെ അഖിലേന്ത്യാ ട്രഷറർ വഹാബ് സാഹിബ്, ഇവർക്കൊക്കെയാണ് റിയൽ എസ്റ്റേറ്റ് താല്പര്യം. അവിടെ കെട്ടിടം വാങ്ങി രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നേ ഇല്ല എന്ന് നിരന്തരമായി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതി. അവസാനം എന്ത് സംഭവിച്ചു?
അതിന്റെ രജിസ്ട്രേഷൻ നടന്നു എന്ന് മാത്രമല്ല, രാജ്യ തലസ്ഥാനത്ത് ദരിയാഗഞ്ചിൽ ഇന്ന് തലയുയർത്തി നിൽക്കുന്ന അതിമനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം ഈ രാജ്യത്തെ മർദ്ദിത ന്യൂനപക്ഷങ്ങൾക്ക് സമ്മാനിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ ആക്ഷേപം എവിടെ പോയി? അദ്ദേഹത്തിന്റെ ആരോപണം എവിടെ പോയി? അത് കഴിഞ്ഞു. പിന്നെ കത്തുവ, ലീഗിനെതിരെ, യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്കെതിരെ, ദേശീയ കമ്മിറ്റിക്കെതിരെ കത്തുവയിലെയും ഉന്നാവയിലെയും പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട പണം യൂത്ത് ലീഗിന്റെ PK ഫിറോസും CK സുബൈറും തട്ടിയെടുത്തു. യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി അവരുടെ ദേശീയ അക്കൗണ്ടിലേക്ക് നാട്ടിലെ സാധാരണക്കാരായ പ്രവർത്തകർ നേരിട്ട് നിക്ഷേപിച്ച പണം, ആ പണത്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെ പോലും കേസ് കൊടുക്കുമല്ലോ, നിങ്ങൾക്കറിയാലോ. പോലീസിൽ സ്വാധീനം ചെലുത്തി കേസെടുപ്പിച്ചു. എന്നിട്ട് എന്തായി? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് കേസെടുപ്പിച്ചത്. എന്നിട്ടോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തി. അന്വേഷിച്ചപ്പോ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പിണറായി വിജയന്റെ പോലീസ് കണ്ടെത്തി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വയനാട് ഫണ്ട്, യൂത്ത് മുസ്ലിം ലീഗിന്റെ വയനാട്ടെ ഭൂമി, ആ ഭൂമി തോട്ടഭൂമിയാണ്. അത് PK ബഷീറിനെയും PK ഫിറോസിനെയും അല്ല ഏൽപ്പിക്കേണ്ടത്, അത് വഹാബ് സാഹിബിനെയാണ് ഏൽപ്പിക്കേണ്ടത്. വഹാബ് സാഹിബ് വാങ്ങിയ ഡൽഹിയിലെ ഓഫീസ്, അതിന് കുഴപ്പം. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ മൂപ്പര് വന്നിട്ട് പറഞ്ഞു CH മുഹമ്മദ് കോയ സാഹിബിന്റെ പേരില്ല, മുറിക്ക് പേരില്ല. അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ചങ്ങാതി തലയിൽ മുണ്ടിട്ട് ഉദ്ഘാടനത്തിന്റെ അന്നോ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലോ ഓഫീസിന്റെ പരിസരത്ത് എവിടെയെങ്കിലും കണ്ടാൽ ആ മുണ്ട് ഒന്ന് പൊക്കി നോക്കണം. ആ മുണ്ട് പൊക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ മാന്യദേഹത്തെ കാണാൻ കഴിയും. ഏതെങ്കിലും ബാത്റൂമിലെ ടാപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിരിക്കും അദ്ദേഹം വരുന്നത് എന്ന് അന്ന് പറഞ്ഞതാണ്. കൃത്യമായി ഈ തിരൂരിൽ വെച്ചാണ് ഞാൻ അത് പ്രസംഗിച്ചത്. കൃത്യം അത് കഴിഞ്ഞപ്പോഴാണ് CHന്റെ പേരില്ല എന്ന് ആക്ഷേപം ഉന്നയിച്ചത്. വയനാട്ടിലെ ഭൂമിയെക്കുറിച്ച് ആക്ഷേപമുണ്ടായി. തോട്ടഭൂമിയാണ്, ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അന്നാദ്യമായി വയനാട്ടിലേക്ക് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ, വയനാട് ദുരന്തമുണ്ടായി ഒരു കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും വയനാട്ടിലെ ചുരം കയറാത്ത ശ്രീ KT ജലീൽ വയനാട്ടിലേക്ക് വണ്ടി കയറി, ചുരം കയറി. എന്നിട്ട് പറഞ്ഞു, ഈ തോട്ടഭൂമിയിൽ ഒരിക്കലും മുസ്ലിം ലീഗിന്റെ വീട് പണി നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ദുരന്തബാധിതരോട് ഞാൻ പറയുന്നു, വാങ്ങിയ 15 ലക്ഷമില്ലേ, അത് നിങ്ങൾ തിരിച്ച് സർക്കാരിലേക്ക് അടക്കുക, എന്നിട്ട് സർക്കാരിന്റെ പദ്ധതിയിൽ ചേക്കേറുക. അതാണ് നിങ്ങൾക്ക് മുമ്പിൽ ഏക മാർഗം. എന്നിട്ട് പറഞ്ഞു, വയനാട്ടുകാരെ ലീഗ് പറ്റിച്ചു. അവിടെ പള്ളി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അവിടെ മദ്രസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വയനാട്ടുകാരെ പറ്റിച്ചതാണ്. നിങ്ങൾ ആലോചിക്കണം. ആ ദുരന്ത ഭൂമിയിലെ ദുരന്തബാധിതരെ പോലും ഒരു പള്ളി കാണുമ്പോഴേക്ക്, ഒരു മദ്രസ കാണുമ്പോഴേക്ക് ഓടി അടുക്കുന്നവരാണ് എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിച്ചില്ലേ ഈ മാന്യദേഹം? അതിന് മറുപടി പറഞ്ഞത്, പള്ളിയിലും മദ്രസയിലും പോകുന്നവരല്ല, പള്ളിയിലും മദ്രസയിലും പോകാത്ത മുസ്ലിങ്ങളല്ലാത്തവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ദുരന്തമുണ്ടായപ്പോ, ഞങ്ങൾക്കൊരു പ്രയാസമുണ്ടായപ്പോ, ആ വയനാട്ടിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ആ രാത്രിയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോ, അതിന്റെ ആദ്യത്തെ മണിക്കൂറുകൾ മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ചേർത്ത് പിടിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് അവിടെയുള്ള അമുസ്ലിങ്ങളായ സഹോദരികൾ മാധ്യമങ്ങളോട് വന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ മതം പറഞ്ഞ് വേർതിരിക്കുകയല്ല, പക്ഷെ ഈ മനുഷ്യൻ അമ്മട്ടിൽ അവരെ ആക്ഷേപിച്ചത് കൊണ്ട് പറയുകയാണ്. എന്നിട്ടോ തോട്ടഭൂമിയാണ്, അവിടെ പണി നടക്കില്ല, അവിടെ വീട് പണി നടക്കില്ല, അവിടെ വീടുണ്ടാക്കാൻ കഴിയില്ല എന്ന് ആക്ഷേപിച്ച അതേ സ്ഥലത്ത്, ലീഗ് വാങ്ങിയ അതേ സ്ഥലത്ത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ കഴിഞ്ഞ 1-ാം തീയതി പോയി വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ഇതല്ലേ യാഥാർത്ഥ്യം? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ മനുഷ്യൻ വയനാട് ഭൂമിയെക്കുറിച്ച് ഇമ്മട്ടിലുള്ള കള്ളം പ്രചരിപ്പിച്ച അന്ന് ഞാൻ തീരുമാനിച്ചു, നമ്മൾ നേരത്തെ ഒരു ഭൂമിയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചിരുന്നല്ലോ. ഈ തിരൂരിലെ മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട്, അതിന്റെ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതിയുടെ കഥകൾ നമുക്കറിയാമല്ലോ. ആ ഭൂമിയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം. ഞാൻ അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തി ഞാൻ ചില ആളുകളുടെ അടുത്തൊക്കെ പോയി. ഈ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഈ കുറുവാ സംഘത്തിന് കൈമാറിയ സാധാരണക്കാരായ മനുഷ്യരുണ്ട്. ഈ തിരൂരിലെയും പരിസരത്തുമുള്ള ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ അറിയാമത്. ഞാൻ അവരെയൊക്കെ പോയി കണ്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമല്ല ഈ കുറുവാ സംഘത്തിന് വിവരം കിട്ടി, ഫിറോസ് ഇങ്ങനെ ഈ ഒരു സ്ഥലത്തിന്റെ പിറകിൽ നടക്കുന്നുണ്ട്. ഞാൻ ഈ അന്വേഷണമൊക്കെ കഴിഞ്ഞ് സൗദി അറേബ്യയിൽ ഒരു പരിപാടിക്ക് വേണ്ടി പോയി. ഒരു 10 ദിവസത്തെ ഗ്യാപ്പ്. ആ 10 ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഈ കാട്ടുകൊള്ളക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ ഒരു ദിവസം ഒരു പത്രസമ്മേളനം.
പത്രസമ്മേളനം നടത്തിയിട്ട് അതുവരെ ഫിറോസിന് കൂലിയും വേലയും ഇല്ലാത്ത ഫിറോസ് എങ്ങനെയാണ് വീട് വെച്ചത്, എങ്ങനെയാണ് സ്ഥലം വാങ്ങിയത് എന്ന് ചോദിച്ച ഈ മാന്യദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ്, ഫിറോസിന് കുറെ സ്ഥാപനമുണ്ട്, ഫിറോസിന് ഹോട്ടലുണ്ട്, ഫിറോസിന് ട്രാവൽസ് ഉണ്ട്, ഫിറോസിന് ദുബായിൽ വിസ ഉണ്ട്, മാസം 5.5 ലക്ഷം റുപ്യ ശമ്പളം. ഞാൻ തന്നെ ഒന്ന് ഞെട്ടി കേട്ടപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, അല്ല മനുഷ്യൻ നിങ്ങൾക്ക് ശരിക്കും 5.5 ലക്ഷം റുപ്യ ശമ്പളം ഉണ്ടോ? ഇവിടെ സെയ്ദ് അലി മാഷ ഇരിക്കുന്നുണ്ട്. സെയ്ദ് അലി മാഷക്ക് ദുബായിൽ വിസ അല്ലേ, അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലേ, ഗോൾഡൻ വിസ ഉണ്ട് സെയ്ദ് അലി. അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. കാരണം ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയ സ്ഥാപനത്തിൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ തിരൂരുള്ളൊരു സെയ്ദ് അലി മാഷക്ക് ഇവിടെ നിന്നാണ് ലൈസൻസ് കൊടുത്തത്. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത്. ദുബായിൽ ഒരു ലൈസൻസ് കിട്ടാൻ അല്ലെങ്കിൽ ദുബായിൽ ഒരു വിസ കിട്ടാൻ പല ഫോർമാലിറ്റികളും ഉണ്ടാവില്ലേ? അതന്നെ സാബു അല്ലേ, സാബു ഇരിക്കുന്നുണ്ട്, സാബു ഉണ്ടല്ല അല്ലേ, സാബുവിന് വിസ ഉണ്ട്. എത്ര ആൾക്ക് ദുബായ് വിസ ഉണ്ട്? ആ ദുബായ് വിസ കിട്ടാൻ പ്രവാസികൾക്ക് അറിയാമല്ലോ, ഒരു കോൺട്രാക്ട് ഉണ്ടാക്കും, ആ കോൺട്രാക്റ്റിൽ ഒരു സാലറി കാണിക്കും. ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു രാഷ്ട്രീയ എതിരാളി വന്നിട്ട് ഇത്രയും കാലം കൂലിയും വേലയും ഇല്ല എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇവൻ 5.5 ലക്ഷം മാസം വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനു നിഷേധിക്കണം? നല്ല കാര്യമല്ലേ, എന്നെക്കുറിച്ച് പുകഴ്ത്തി പറയല്ലേ, എന്നെക്കുറിച്ച് പ്രശംസിച്ച് പറയല്ലേ. ഈ കോൺട്രാക്റ്റിൽ കാണിക്കുന്ന പണമൊക്കെ ആർക്കെങ്കിലും കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ പ്രവാസികൾക്കൊക്കെ വിസയുള്ള ആളുകൾക്ക് എത്ര ലക്ഷം മാസം കിട്ടും? അതൊരു സാങ്കേതികമായ നടപടിക്രമം മാത്രമാണ്. അത് പ്രവാസികളായ ഏത് കൊച്ചുകുട്ടിയോടും ചോദിച്ചാൽ അവർക്കറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് വ്യാപകമായി ആക്ഷേപമുണ്ടാക്കി. അതിന് ചില ചാനലുകളും കൂട്ടുനിന്ന് കൊടുത്തു. ഞാൻ ഇന്നൊരു വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടിട്ടുണ്ട്. KT ജലീൽ എന്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്? ഫിറോസിന്റെ വിവരങ്ങളൊക്കെ തരുന്നത് ഫിറോസിന്റെ കൂടെയുള്ള ആൾക്കാരാണെന്നാണ്. കൊപ്പത്തെ എമ്മിലേക്ക് ജലീൽ പോകുമ്പോൾ ജലീലിന്റെ കാറിലുള്ളത് 3 ആൾക്കാരാണ്. ജലീൽ സംസാരിച്ച വോയിസ് ജലീലിന്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ ജലീലിന്റെ കാറിനകത്ത് ആളുണ്ടെങ്കിൽ, ജലീലെ നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് നീ മറന്നു പോകണ്ട. ഞങ്ങളെടുത്തുനിന്ന് വിവരങ്ങൾ എടുക്കേ. ഈ നിമിഷം വരെ ആ വോയിസ് പുറത്തു വന്നപ്പോ പിന്നെ മിണ്ടിയിട്ടില്ലല്ലോ. ഇന്നലെ ചില തെളിവുകൾ പുറത്തു വിട്ടപ്പോ പിന്നെ ഫേസ്ബുക്കിലുള്ള എഴുത്തു മാത്രല്ലേ, മാധ്യമങ്ങളെ കാണുന്നില്ലല്ലോ. മണിക്കൂർ ഇടവിട്ട് പത്രസമ്മേളനം നടത്തിയ ആള് ഫിറോസ് 12 മണിക്ക് നടത്തിയാൽ 1:30 നടത്തണ്ടേ? അതല്ലേ ഹീറോയിസം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് മാധ്യമങ്ങളെ കണ്ട ആള് ഇപ്പൊ പത്രസമ്മേളനം ഇല്ലല്ലോ. എന്തു പറ്റി? എന്നിട്ട് പറയാണ്, ഈ സംസാരിക്കുന്ന ആള് പറയാണ്, നമ്മൾ ഫിറോസിനെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടും ഇതങ്ങോട്ട് യേശുന്നില്ലല്ലോ. അപ്പോ ജലീല് പറയാണ്, ആ ഒരു ചാനൽ ഏറ്റെടുത്തിട്ടുണ്ട്, ഇനി അവര് കത്തിച്ചോളുന്നു. ആര്? ആ ചാനൽ കത്തിച്ചോളും. കഴിഞ്ഞ കുറെ ദിവസം ആ ചാനലിന്റെ പേര് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ചാനൽ എനിക്കെതിരെ കൊടുത്ത വാർത്തകളുടെ എണ്ണം എണ്ണിയാൽ ഒടുങ്ങില്ല. എത്ര വാർത്തകളാ കൊടുത്തത്? ഇന്നലെ മാത്രം കൊടുത്ത വാർത്തകളുടെ എണ്ണം എത്രയാ? മെനിയാന്ന് നിങ്ങൾക്കറിയാം, മെനിയാന്ന് കൊടുത്ത വാർത്ത എത്ര എണ്ണ, അതിന്റെ തലേ ദിവസം കൊടുത്ത എത്ര എണ്ണാണ്? ഇവരാരെയാണ് വെളുപ്പിക്കാൻ നോക്കുന്നത്? ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എത്ര കത്തിക്കാൻ ശ്രമിച്ചാലും ശരി, നിങ്ങൾ മുട്ടിൽ മുറിച്ച മരങ്ങൾ മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചാലും ഈ ദേഹത്ത് ഒരു പോർല് പോലും ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ കത്തിച്ചാൽ ആ തീ കെടുത്താനുള്ള ഫയർഫോഴ്സ് ആവാൻ മുസ്ലിം യൂത്ത് ലീഗിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും കഴിയും. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഏതെങ്കിലും ഒരു ചാനൽ മുതലാളി വിചാരിച്ചാൽ ഈ പാർട്ടി അങ്ങ് തകർത്തു കളയാമെന്നാണോ? ഏതെങ്കിലും ഒരു ചാനൽ മുതലാളി വിചാരിച്ചാൽ ഈ പാർട്ടി അങ്ങ് മൂക്കിൽ വലിച്ചു കളയാമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അങ്ങനെ ഒരു മൂക്കും കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനും ഒരു മാധ്യമ മുതലാളിക്കും ഇല്ല. നിങ്ങൾ ആര് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ശരി. ഞങ്ങൾ മലയാള സർവകലാശാലയ്ക്കെതിരായ ഭൂമിയുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് കുറിച്ചാണ് സംസാരിക്കുന്നത്. എത്ര ഏക്കർ ഭൂമി? 11 ഏക്കർ ഭൂമി. ആ 11 ഏക്കർ ഭൂമി ആരുടെ കാലത്താ? UDFന്റെ ഭരണകാലത്തോ? ഓഹോ, അത് UDFന്റെ ഭരണകാലത്ത് ആണ് എന്ന് വരുത്തി തീർത്ത് ഈ കൊള്ളക്കാരെ രക്ഷപ്പെടുത്താം, ഈ കുറുവ സംഘത്തെ രക്ഷപ്പെടുത്താമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഐക്യജനാധിപത്യം മുന്നണി അധികാരത്തിലിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്തെന്നറിയോ? നമ്മൾ അധികാരത്തിലിരിക്കുമ്പോൾ നമ്മൾ സർവകലാശാല കൊണ്ടുവന്നു. നമ്മൾ ഈ മലയാള സർവകലാശാല മാത്രമല്ല, നമ്മൾ കൊണ്ടുവന്നതല്ലേ കാലിക്കറ്റ് സർവകലാശാല, നമ്മൾ കൊണ്ടുവന്നതല്ലേ കണ്ണൂർ സർവകലാശാല, നമ്മൾ കൊണ്ടുവന്നതല്ലേ സംസ്കൃത സർവകലാശാല, നമ്മൾ കൊണ്ടുവന്നതല്ലേ കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി. ലീഗിന്റെ കയ്യൊപ്പില്ലാത്ത ഒരൊറ്റ സർവകലാശാലയും കേരളം രൂപീകരിച്ചതിന് ശേഷം ഈ നാട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കുസാറ്റൊക്കെ വന്നതിനൊരു ചരിത്രമുണ്ട്. കുസാറ്റ്
CH കൊണ്ടുവന്ന CH അമേരിക്ക പോയി. CH അമേരിക്ക പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അമേരിക്കന്ന് നിങ്ങൾ കേരളത്തിലേക്ക് എന്താണ് കൊണ്ടുവന്നത്? അമേരിക്കയിൽ പോയപ്പോൾ നിങ്ങൾ എന്താ കണ്ടത്? അപ്പോൾ CH പറഞ്ഞു, ഞാൻ അവിടെ MIT കണ്ടു, മസാച്യുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ആ MIT മാതൃകയിൽ ഒരു സർവകലാശാല കേരളത്തിൽ തുടങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ തുടങ്ങിയതാണ് കുസാറ്റ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഫിൻലാൻഡിൽ പോയി തിരിച്ചു വന്നപ്പോൾ പത്രക്കാർ ഇതേപോലെ ചോദിച്ചു. ശിവൻകുട്ടി തിരിച്ചു വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ഫിൻലാൻഡിൽ പോയപ്പോൾ എന്താ കണ്ടത്? ശിവൻകുട്ടി പറഞ്ഞു, ഞങ്ങൾ പോകുമ്പോൾ അവിടെ സൈക്കിളിന് പോകാൻ വേണ്ടി മാത്രം ഒരു പാത, മനുഷ്യന്മാർക്ക് നടന്നു പോകാൻ വേണ്ടി മാത്രം പ്രത്യേകമായൊരു പാത. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, അതൊക്കെ പൊതുമരാമത്ത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ, വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾ എന്താ കണ്ടത്? അപ്പോൾ ശിവൻകുട്ടി പറഞ്ഞു, ഞാൻ കണ്ടതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഞാൻ എയർപോർട്ട് ഇറങ്ങിയപ്പോൾ ഇതൊക്കെയാണ് കണ്ടത്. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഫിൻലാൻഡിൽ നിന്ന് ഒരു 10 അംഗ സംഘം കേരളത്തിലേക്ക് വന്നു. അവരെന്തിനാ വന്നെന്നറിയോ? ശിവൻകുട്ടി എങ്ങനെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആയത് എന്ന് പഠിക്കാൻ വേണ്ടി ഫിൻലാൻഡിൽ നിന്നൊരു സംഘം. ഞാൻ പറയുന്നത് അങ്ങനെ തുടങ്ങിയതാണ് കുസാറ്റ്. നമ്മൾ മലയാള സർവകലാശാല തുടങ്ങുക, ഇവർ മലയാള സർവകലാശാലയുടെ പേരിൽ കൊള്ള നടത്തുക, അതല്ലേ ഇവർ ചെയ്തത്. ഈ 11 ഏക്കർ ഭൂമി ഇവർ ചോദിക്കുന്നത് UDFന്റെ കാലത്ത് ഭരണാനുമതി കൊടുത്തിട്ടില്ലേ എന്നാണ്. നമ്മൾ ആദവനാട്ട ഭൂമി 2012 നമ്മൾ GO ഇറക്കിയിട്ടുണ്ട്. എത്ര ഏക്കർ? 100 ഏക്കർ റിയാസ് ഇല്ലേ? 100 ഏക്കർ ഭൂമി ആദവനാട്ട ഏറ്റെടുക്കാൻ UDFന്റെ ഗവൺമെന്റ് GO ഇറക്കിയിട്ടുണ്ട്. ഈ വെട്ടത്ത് തന്നെ 30 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ UDFന്റെ ഭരണകാലത്ത് GO ഇറക്കിയിട്ടുണ്ട്. എന്താ കാര്യം? ഈ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള ഒരു GO ആണത്. അത് ഭൂമി ഏറ്റെടുക്കലല്ല, അത് ഭൂമിയുടെ വില നിശ്ചയിക്കലല്ല. ആ ഭൂമി ഏറ്റെടുക്കാനുള്ള GO ഇറങ്ങിയതിന് ശേഷമാണ് പിന്നീട് ഈ ഭൂമിയിൽ ഏതാണ് അനുയോജ്യം എന്ന് കണ്ടെത്തുക. ആ അനുയോജ്യമായ ഭൂമിക്ക് എത്രയാണ് വില എന്ന് നിശ്ചയിക്കുക. ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ, UDFന്റെ ഭരണകാലത്ത് 2016 ഫെബ്രുവരിയിൽ അവസാനത്തെ മണിക്കൂറിൽ ഒരു മിനിറ്റ്സ് കാണിച്ചിട്ട് മലപ്പുറം ജില്ലാ കലക്ടറുടെ ഒരു മിനിറ്റ്സ്, ആ മിനിറ്റ്സിൽ തന്നെ എനിക്ക് സംശയമുണ്ട്. ജലീൽ പങ്കുവെച്ചതാണ്. എന്താ കാര്യം എന്നറിയോ? ആ മിനിറ്റ്സിൽ സ്ഥല ഉടമകളുടെ പേരില്ല. ഞാൻ വിചാരിക്കുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ മിനിറ്റ്സ് ആണ് എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ കാര്യം? ആ മിനിറ്റ്സ് സർക്കാരിലെത്തിയപ്പോ ഡേറ്റ് എപ്പോഴാ? ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം. ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ മിനിറ്റ്സ് സംസ്ഥാന സർക്കാരിലേക്ക് എത്തിയത്. എന്നിട്ടോ രവീന്ദ്രനാഥ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായപ്പോ നമുക്ക് രവീന്ദ്രനാഥുമായി പല അഭിപ്രായ വ്യത്യാസമുണ്ട്. നമുക്ക് രവീന്ദ്രനാഥുമായി ആശയപരമായി പല അഭിപ്രായ വ്യത്യാസമുണ്ട്. രവീന്ദ്രനാഥുമായി നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് ഈ കൊള്ളക്ക് കൂട്ടുനിന്നിട്ടില്ല. ഈ മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഈ പറയുന്ന കുറുവാ സംഘം ഭൂമി ഏറ്റെടുക്കാനുള്ള ആ കൊള്ളക്ക് രവീന്ദ്രനാഥ് കൂട്ടുനിന്നിട്ടില്ല. കൂട്ടുനിൽക്കാതിരുന്നപ്പോഴാണ് ഈ കുറുവാ സംഘം രവീന്ദ്രനാഥിനെ മാറ്റിയിട്ട് ജലീലിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാക്കുന്നത്. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇങ്ങനെ നീങ്ങുകയാണ്. എത്ര പെട്ടെന്നാണ് ഡോക്യുമെന്റ്സ് നീങ്ങിയത്. എന്നിട്ട് ജലീല് സ്വന്തം കൈകൊണ്ട് പറക്കായിരുന്നു. പിന്നെ അബ്ദുറബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലുട്ടാപ്പി കുന്തത്തിൽ പറക്കുന്നത് പോലെ അങ്ങനെ പറക്കായിരുന്നു. ഫയലൊക്കെ ത്വരിതഗതിയിൽ പറന്നു. എന്നിട്ടോ ജലീൽ എന്താ ചെയ്തെന്നറിയോ? ആദവനട്ടെ ഭൂമിയുടെ ഉടമകൾ കോടതി സമീപിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളെ ഭൂമി ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പൊ 1,60,000-നല്ലേ ഈ വെട്ടത്തെ ഭൂമി ഏറ്റെടുക്കാൻ പോകുന്നത് സർക്കാർ. ഞങ്ങൾ അതിന്റെ പകുതിയിൽ താഴെ ഭൂമി ഞങ്ങൾ സർക്കാരിന് തരാൻ വേണ്ടി തയ്യാറാണ് എന്ന് ഹൈക്കോടതിയിൽ അവർ ഹർജി കൊടുത്തു. ഹൈക്കോടതി പറഞ്ഞു 2019 സർക്കാരിനോട് പറഞ്ഞു, മന്ത്രിയോട് പറഞ്ഞു, അവരെ നിങ്ങൾ കേൾക്കണം, അവരുമായി ചർച്ച ചെയ്യണം. അവർ കുറഞ്ഞ വിലക്ക് ഭൂമി തരാൻ തയ്യാറാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? അപ്പൊ ജലീൽ ഫയൽ എഴുതി, വേണ്ട ചർച്ച വേണ്ട, നമുക്ക് അപ്പീൽ പോകണം. അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉഷ ടൈറ്റസ് ആണ്. ഉഷ ടൈറ്റസ് ചോദിച്ചു, നമ്മൾ ഭൂമി ഏറ്റെടുത്തിട്ടില്ലല്ലോ, നമ്മൾ ഇന്ന് വരെ ഭൂമി ഏറ്റെടുത്തിട്ടില്ല, പിന്നെ എന്തിനാണ് നമ്മൾ അപ്പീൽ പോകുന്നത് എന്ന് ഉഷ ടൈറ്റസ് ഫയലിൽ എഴുതി വെച്ചു. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീൽ വിട്ടില്ല. ജലീൽ പറഞ്ഞു, നമ്മൾക്ക് അപ്പീൽ പോകണം എന്ന് മാത്രമല്ല, എത്രയും പെട്ടെന്ന് ഈ 17,65,00,000 രൂപ ഈ ആളുകൾക്ക് കൊടുക്കണമെന്ന ജലീൽ ഒപ്പിട്ട, ജലീലിന്റെ സ്വന്തം കൈപ്പടയിൽ ഒപ്പിട്ട ഫയലുകളാണ് ഞാൻ മെനിയാന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഹാജരാക്കിയത്. ജലീലിന് അത് നിഷേധിക്കാൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ജലീലിനൊക്കെ മറന്നുപോയി. ജലീലിനിപ്പോൾ ലില്ലീസ് ഗഫൂറിനെ അറിയില്ല. ജലീലിനിപ്പോൾ ലില്ലീസ് ഗഫൂറിന്റെ സഹോദരങ്ങളെ ഓർമ്മയില്ല. ജലീലിനിപ്പോൾ മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുടെ മക്കളെ ഓർമ്മയില്ല. ജലീലിന് പഴയ കാലമാണ് ഓർമ്മയുള്ളത്. ഏത് കാലം?
ബാലരമ വായിച്ച കാലം. ജലീലിന് ഇപ്പൊ മായാവി ഓർമ്മയുണ്ട്, ജലീലിന് ഇപ്പൊ ഡാഗിനിയെ ഓർമ്മയുണ്ട്, ജലീലിന് ഇപ്പൊ കുട്ടൂസനെ ഓർമ്മയുണ്ട്. ജലീലിന് ലില്ലീസിന് ഓർമ്മയില്ലെങ്കിൽ, ജലീലിന് ഈ പറയുന്ന ലില്ലീസിന്റെ സഹോദരങ്ങൾ ഓർമ്മയില്ലെങ്കിൽ, ജലീലിന് മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളെ ഓർമ്മയില്ലെങ്കിൽ, ഈ ഓർമ്മശക്തി ഒരു 6 മാസം കൂടി കഴിഞ്ഞാൽ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ KT ജലീലിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചിട്ട് ഈ കാട്ടുകൊള്ളയില്ലേ, ഈ 17,65,00,000 രൂപയില്ലേ, ഈ പണം എവിടെയാണ് ചെലവഴിച്ചത് എന്ന് നമുക്കറിയാം. ജലീൽ എന്താ പറഞ്ഞത്? ജലീൽ പറഞ്ഞത് സ്വന്തം മോള കല്യാണം ആർഭാടരഹിതമായി, മഹർ പോലും ഖുർആനാണ് കൊടുത്തത്, ഒരു തരി സ്വർണ്ണമില്ല. കഴിഞ്ഞ ദിവസം ജലീൽ പറയാണ് എൻ്റെ മോളെ കല്യാണത്തിന് 11 ലക്ഷം രൂപ ചെലവായി, അത് തന്നെ ഞാൻ എൻ്റെ ഭാര്യൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയാണ്. എന്നിട്ട് ഭാര്യയ്ക്ക് മാസാമാസം ഞാൻ തിരിച്ചടക്കുകയാണ്. സ്വന്തം ഭാര്യയ്ക്ക് പോലും ഈ മനുഷ്യനെ വിശ്വാസമല്ല, അതുകൊണ്ടാണല്ലോ മാസാമാസം തിരിച്ചടവ് വാങ്ങുന്നത്. എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ലളിതമായ വിവാഹം, മഹർ ഖുർആന്, ഒരു തരി സ്വർണ്ണമില്ല, എന്നാൽ കല്യാണത്തിന് ചെലവ് 11 ലക്ഷം. അതെന്നെ ഭാര്യൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങാം. എന്നാൽ മാമാങ്കം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ KT ജലീൽ. ആ മാമാങ്കം നടത്താനുള്ള പണം ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിയതല്ല, അത് ഈ ലില്ലീസ് ഗഫൂറിന്റെയും അവരുടെ സഹോദരന്മാരുടെയും മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളുടെ കയ്യിൽ നിന്ന് ഒറ്റത്തവണയായിട്ട് വാങ്ങിയതാണ്. ആ ഒറ്റത്തവണ വാങ്ങിയതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും, ഒരു സംശയം വേണ്ട. ഇപ്പൊ ചോദിക്കുന്നത് എന്താ നിയമസഭയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയാത്തത്? എന്താ സ്ഥലം MLA നിയമസഭയിൽ പറയാത്തത്? നിയമസഭയിൽ അടിയന്തര പ്രമേയമായി നേരത്തെ ലീഗ് ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിട്ട് കണ്ടം വഴി ഓടിയ ആളാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ KT ജലീൽ. ഇപ്പൊ പറയാണ് സഭയെ പറയട്ടെ. ആദ്യം നിങ്ങൾ സഭയെ പറഞ്ഞു ഒന്ന് പാലിക്കും. എന്താ നിങ്ങൾ സഭയെ പറഞ്ഞത്? ബന്ധു നിയമനം കൈയോടെ തെളിയിച്ചാൽ, ബന്ധു നിയമനത്തിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് നിയമസഭയിൽ വീരവാദം മുടക്കിയ KT ജലീലിന് ആ വാദം ഇന്ന് വരെ ഒന്ന് സമ്മതിച്ചു തരാൻ, ഇന്ന് വരെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ, ഈ പൊതുപ്രവർത്തനവുമായി ഈ തെരുവിലൂടെ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത് ഈ മലയാളിയില്ലേ, ഈ മലയാളിയുടെ ഔദാര്യമാണെന്ന് KT ജലീലെ നീ മറന്നു പോകണ്ട. എന്നിട്ട് പറയാണ് ജലീല് എന്താ പറയുന്നത്? ഫിറോസ് ലീഗിൽ ഒറ്റപ്പെടുന്നു, ലീഗിനെതിരെ പടയൊരുക്കം, ഒരു ചാനലിലെ കൂട്ടുപിടിച്ചിട്ടേ. ഞാൻ പറയട്ടെ, ഈ പ്രവർത്തകരില്ലേ എൻ്റെ മുമ്പിൽ തടിച്ചുകൂടിയ ഈ പാർട്ടിയുടെ പ്രവർത്തകർ, ആ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തകന്റെയും കരുത്ത്. പാർട്ടിയുടെ ഭാരവാഹി സ്ഥാനത്തിരിക്കുന്ന ഓരോരുത്തരുടെയും കരുത്ത്, ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ, പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ, ആ നേതാക്കന്മാരാണ് മുസ്ലിം ലീഗിന്റെ ബലം എന്ന് പറയുന്നത്. ആ ബലത്തിൽ, ഈ പാർട്ടി പ്രവർത്തകന്മാരുടെ കരുത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിനെ കൂട്ടുപിടിച്ച് 4 വാർത്ത കൊടുക്കുമ്പോഴേക്ക് ഞങ്ങളെയൊക്കെ പേടിച്ചങ്ങ് പിന്മാറിപ്പോകുമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല, വിഡ്ഢികളുടെ നരകത്തിലാണ് എന്ന് അത്തരം ആളുകളോട് വളരെ മാന്യമായി ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റ കാര്യം ഞാൻ പറയാം. പരമാവധി ഇവർക്ക് പിടിച്ചു നിൽക്കാൻ ഒരു 6 മാസം കൂടി. 6 മാസം കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ചങ്കിൽ ജീവനുള്ളിടത്തോളം കാലം KT ജലീലിനെ മാത്രമല്ല, ഈ കുറുവാ സംഘത്തെ മുഴുവനും അവരുടെ കയ്യിൽ നിന്ന് ഈ 17,65,00,000 മാത്രമല്ല. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പേടിച്ചിട്ട് ഭൂമി വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആലിക്ക, ഭൂമി വിൽക്കാൻ തുടങ്ങി. ചില ആളുകൾ ഈ പറഞ്ഞ സ്ഥലം സർക്കാരിന് വിറ്റ ആൾക്കാരൊക്കെ അല്ലേ, അവരെ തറവാട്ട് സ്വത്തൊക്കെ അപ്പം വേഗം പേര് മാറ്റുക. എന്താ കാര്യം എന്നറിയോ? അറ്റാച്ച്മെന്റ് വരുമെന്ന് പേടിച്ചിട്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ 17,65,00,000 മാത്രമല്ല, ഇത്രയും കാലം അതിൻ്റെ പലിശ സഹിതം തിരിച്ചു പിടിക്കും എന്നും മാത്രമല്ല, KT ജലീലിനെയും ഈ കുറുവാ സംഘത്തെയും ജയിലിലടക്കുന്നത് വരെ ആ സമര പോരാട്ടങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കും. പക്ഷേ ഒരു ചെറിയ ഔദാര്യം ഞാൻ നിങ്ങളുടെ സമ്മതം വാങ്ങണം. ഒരു ചെറിയ ഔദാര്യം നമുക്ക് ജലീലിന് കൊടുക്കണം. എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രോസിക്യൂട്ടർ വഴി ഒരു റിക്വസ്റ്റ്, ജയിലിലടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള തവനൂർ ജയിലിൽ തന്നെ അടക്കണമെന്നും, ജയിലിലടക്കുമ്പോൾ അദ്ദേഹത്തെ മറ്റു പ്രതികളുടെ കൂടെ ഇരുത്താതെ ഈ കുറുവാ സംഘത്തിന്റെ കൂടെ ഒരുമിച്ച് ഒരു സെല്ലിലിടാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വഴി കോടതിയോടൊരു അഭ്യർത്ഥന നടത്തുമെന്ന ഒരു ഔദാര്യം KT ജലീലിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട്
വരും ദിവസങ്ങളിൽ നിയമ പോരാട്ടത്തിനും രാഷ്ട്രീയ പോരാട്ടത്തിനും എങ്ങനെയാണോ മന്ത്രിസ്ഥാനത്ത് നിന്ന് KT ജലീലിന്റെ ചെവി പിടിച്ച് നമ്മൾ താഴെ ഇറക്കിയത്, അതുപോലെ സകല അധികാര സ്ഥാനങ്ങളിൽ നിന്നും താഴെ ഇറക്കുന്നത് വരെയുള്ള പോരാട്ടത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം യൂത്ത് ലീഗ്. ഈ ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി അസീം ചെമ്പരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധേയമായ ഒരു പ്രഭാഷണമാണ് അഭിനന്ദനായ PK ഫിറോസ് സാഹിബോട് നടത്തിയത്. നമുക്കറിയാം, ഈ മലയാളം സർവകലാശാലയുടെ ഭൂമി കൊള്ളയിൽ പ്രതികളിലെ ഭൂരിപക്ഷവും താമസിക്കുന്നത് തിരൂർ നഗരസഭയിലാണ്. തിരൂർ നഗരസഭയ്ക്കൊരു ചരിത്രമുണ്ട്. 1971 തിരൂരിലെ കുറച്ച് മുതലാളിമാരെല്ലാവരും ചേർന്ന് മുസ്ലിം ലീഗിനെ നഗരസഭയാക്കി ഉയർത്തപ്പെട്ട തിരൂർ പഞ്ചായത്ത് നഗരസഭയാക്കി ഉയർത്തപ്പെട്ടപ്പോൾ മുസ്ലിം ലീഗിനെ ഒന്ന് മൂക്കിൽ വളച്ചു കളയാമെന്ന് അന്നത്തെ തിരൂരിലെ കുറച്ച് മുതലാളിമാർ തീരുമാനിച്ചു. കൈനിക്കര മമ്മിഹാജിയുടെ നേതൃത്വത്തിൽ ഒരു പൗരമുന്നണി ഉണ്ടാക്കിയാണ് അവരന്ന് ഒരു മുന്നണി ഉണ്ടാക്കിയാണ് മുസ്ലിം ലീഗിനെ, അന്നത്തെ ഐക്യജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ഇറങ്ങിയത്. എന്നാൽ അന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുസ്ലിം ലീഗിൻ്റെ സമാദരണീയനായ നേതാവ് അഭിനന്ദനായ സ്പീക്കർ ബാവഹാജിയുടെ നേതൃത്വത്തിൽ അന്ന് അവരോട് പറഞ്ഞു, വേണമെങ്കിൽ ഞങ്ങളോട് സഹകരിക്കാം. ഒരു മുതലാളിക്കും തിരൂരിലെ രാഷ്ട്രീയത്തെ, മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ തൂക്കി വിൽക്കാൻ ഞങ്ങൾക്ക് ഇവിടെ ഒരു മുതലാളിക്കും അനുവാദം നൽകില്ല എന്ന് തിരൂരിലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമായി. തിരൂർ നഗരസഭയുടെ പ്രഥമ ചെയർമാൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് M മുഹമ്മദ് മൂപ്പനും തിരൂരിൻ്റെ ആധുനിക തിരൂരിൻ്റെ ശില്പി അഭിനന്ദനായ K അബു സാഹിബിൻ്റെയും നേതൃത്വത്തിൽ തിരൂരിലെ പ്രഥമ ഭരണകൂടം, നഗരസഭാ ഭരണകൂടം ഇവിടെ വന്നത് ഇവിടുത്തെ മുതലാളിമാരുടെ മസ്തകത്തിൽ ചവിട്ടിയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറയപ്പെട്ട ലില്ലീസ് ഗഫൂർ ഉൾപ്പെടെ തിരൂർ നഗരത്തിലെ വാർഡിൽ മത്സരിക്കുമെന്ന് കിംവദന്തി പരക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ, തിരൂരിൽ ഈ മുതലാളിമാർ കെട്ടിപ്പൊഴിക്കുക, ഞങ്ങൾക്ക് അവരോടൊക്കെ വ്യക്തിബന്ധമുണ്ട്. മുസ്ലിം ലീഗിനെതിരെ നിരന്തരമായി കോപ്പ് കൂട്ടുന്ന ഈ മുതലാളി കോക്കസ് ഉണ്ടല്ലോ, ആ കോക്കസിനെ ഈ ഹരിത പതാക പിടിച്ചുകൊണ്ട് തന്നെ ഇരുത്തേണ്ടടുത്തിരുത്താൻ തിരൂരിലെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കരുത്തുണ്ട്, രാഷ്ട്രീയ ശക്തിയുണ്ട് എന്ന് ഈ ചടങ്ങിനെ സാക്ഷി നിർത്തി അവരോടൊക്കെ പറയുകയാണ്. ഒരു കാര്യം കൂടി പറയാം, തിരൂരിലെ മന്ത്രിയുണ്ടല്ലോ V അബ്ദുറഹ്മാൻ, ഈ തിരൂരിലെ ജില്ലാ ആശുപത്രിയിലേക്കുള്ള റോഡിന് സ്ഥലം വിട്ടുതരാതെ ആ റോഡ് കുടുസായി നിൽക്കാനുള്ള കാരണങ്ങളിൽ ഒന്നിൻ്റെ പേര് V അബ്ദുറഹ്മാൻ എന്നാണ്. തിരൂരിലെ നഗരസഭാ സ്റ്റേഡിയമുണ്ട്, ആ സ്റ്റേഡിയത്തിന്റെ വികസനം നഗരസഭ V അബ്ദുറഹ്മാനോട് യുദ്ധം ചെയ്തുകൊണ്ടാണ് ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ നാട്ടിനെ വികസനത്തിന് പിന്നോട്ടടിക്കുകയും തിരൂരിലെ ഒരുപക്ഷെ നേരത്തെ ഇവിടെ പറയപ്പെട്ട പോലെ ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയൊക്കെ CH മുഹമ്മദ് കോയ ഉണ്ടാക്കുന്ന കാലത്ത് ഈ കുറുവാ സംഘമുണ്ടെങ്കിൽ അതിൽ നിന്നും ഫണ്ട് അടിച്ചു മാറ്റിയേക്കാവുന്ന ആ കുറുവാ സംഘമുണ്ടല്ലോ, തിരൂരിലെ അടുത്ത നഗരസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കാൻ കച്ചകെട്ടിയിരിക്കുന്ന V അബ്ദുറഹ്മാൻ മുതൽ തവനൂരിലേക്ക് ലില്ലീസ് ഗഫൂർ വരുമെന്ന് പേടിച്ച് ഇപ്പോൾ തന്നെ ഉണ്ട പൊട്ടിച്ച KT ജലീലുമാർ വരെയുള്ള ഈ കുറുവാ സംഘത്തെ തുറങ്കിലെടുക്കും വരെയുള്ള സമര പോരാട്ടത്തിന് സംസ്ഥാന യൂത്ത് ലീഗിന്, അഭിനന്ദനായ ഫിറോസ് സാഹിബിന്, ഈ തിരൂരിലെ ജനതയുടെ, ഈ മലയാളം സർവകലാശാല കട്ടുമുടിക്കാൻ ഇറങ്ങിയ ഈ കുറുവാ സംഘത്തിലെ ഏറ്റവും കൂടുതൽ പ്രതികളുള്ള, അതിലേറ്റവും കൂടുതൽ ആളുകൾ തിരൂർ മുനിസിപ്പാലിറ്റിക്കാരാണ്. ആ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ജനങ്ങളുടെയും നമ്മൾ നികുതി കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, അത് അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാരെ അത് തിരിച്ചു കൊടുക്കണം. അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. വരാനിരിക്കുന്ന ഈ 2-ാം തീയതി ഗാന്ധി ജയന്തിയുടെ അന്ന്
മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. ഗാസയിലെ നമ്മുടെ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഇസ്രയേൽ വിരുദ്ധ റാലി തിരൂർ നഗരത്തിൽ നടക്കുമ്പോൾ ആ പരിപാടിയിൽ ഈ ശബ്ദം ശ്രവിക്കാനെത്തിയ മുഴുവൻ മനുഷ്യരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ വിഷയ സംബന്ധിയായി ഏറ്റവും മനോഹരമായി സംസാരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് TA അഹമ്മദ് കബീർ സാഹിബ് അന്ന് മുഖ്യ പ്രഭാഷണം നടത്തും. ആ പരിപാടിയിലേക്കും നിങ്ങളുടെ സാന്നിധ്യത്തെ ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അഭിനന്ദനായ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് സയ്യിദ് ദലവി മാസ്റ്റർക്കും അഭിനന്ദനായ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് സാഹിബ്, വെട്ടം മാലിക്കോയ സാഹിബ്, കരീം സാഹിബ് ഉൾപ്പെടെയുള്ള ഈ സമര പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഹൃദയംഗമമായി നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എത്തപ്പെട്ട മുഴുവൻ ജനങ്ങൾക്കും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുസ്ലിം യൂത്ത് ലീഗിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗികമായി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും.